ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസ് ഓൺ. അപ്പോൾ നമ്മൾ RRBJയുടെ മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ സീരീസ് പാർട്ട് 7 നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇതുവരെ പാർട്ട് 6 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലിപ്പം പറയുന്നത് സർക്യൂട്ട് ലോ, ബേസിക് കോൺസെപ്റ്റ്, അതേപോലെ മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെന്റൽസ് വരെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമ്മൾ AC ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു എന്താ പറയുക സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി പ്ലാന്റെ കൂടെ തന്നെ എഫക്റ്റീവായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ സീരീസും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആവശ്യമുള്ളവർ എന്ത് കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ്സിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ നമുക്ക് എന്നാലും ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഇനി അടുത്ത ഒരു മൊഡ്യൂളിലേക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻസിലേക്ക് പോകുന്നുണ്ടാവും. ഓക്കെ, DC മെഷീൻസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. എനിവേ, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് കൂടുതൽ വീഡിയോസിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാല് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഫോം ഫാക്ടർ ഓഫ് എ സിനുസോയിഡൽ AC സിഗ്നൽ ഈസ്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് RMS/ആവറേജ് വാല്യൂ ആണല്ലേ. ഫോം ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് RMS/ആവറേജ് വാല്യൂ ആണ്. അപ്പൊ സിനുസോയിഡൽ വേവിന്റെ കേസിൽ ഫോം ഫാക്ടർ എത്ര വരിക? പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു വാല്യൂസ് ഒക്കെ എന്തെന്ന് ബൈ ഹാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുണ്ടാവും. ഫോം ഫാക്ടർ, ക്രെസ്റ്റ് ഫാക്ടർ, ഓക്കെ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. ഫോം ഫാക്ടർ എത്ര വരിക? 1.11 ആണ് വരുന്നുണ്ടാവുക. ഓക്കെ, RMS/ആവറേജ് വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ RMS വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ആ ഒരു ഇപ്പൊ VM sin⁻t ആണ് എന്നുണ്ടെങ്കിൽ VM²/2 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ആ ഒരു വാല്യൂസ് ഉണ്ടാവുന്നു. അതുപോലെ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് അതിന്റെ റേഷ്യോ എടുക്കുക. ഓക്കെ, ആവറേജ് എങ്ങനെ എടുക്കുക? ടോട്ടൽ ഏരിയ ഡിവൈഡ് ബൈ ടൈം പീരീഡ് അല്ലെ. അത് കണ്ടുപിടിച്ച് അതിന്റെ ആൻസർ എടുക്കുന്നത് ഒരു 1.11 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. വേണമെങ്കിൽ ഞാനൊരു ടേബിൾ കൊടുക്കാം. ജസ്റ്റ് എന്താ സൈൻ വേവ് ഡേസിൽ RMS വാല്യൂ 0.707, ക്രെസ്റ്റ് ഫാക്ടർ 1.414, ഫോം ഫാക്ടർ 1.11. ഇതേപോലെ ട്രയാങ്കുലർ, സ്ക്വയർ, സോട്ടു ഇതൊക്കെ എന്താ നിങ്ങളൊന്ന് വേണമെങ്കിൽ എന്തെന്ന് പഠിച്ചു നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ ആവറേജ് വാല്യൂ ഓഫ് ദി വേവ് ഫോം ഷോൺ ബിലോ ഈസ്. ആവറേജ് വാല്യൂ ആവറേജ് വാല്യൂ എത്ര വരിക? ഇതിപ്പോ എന്താ സ്ക്വയർ ഒന്നും അല്ല, ജസ്റ്റ് ഒരു എന്താ വേവ് ഫോം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതില് ടോട്ടൽ ടൈം പീരീഡ് ടി എന്ന് പറഞ്ഞ എത്ര വരും? 0.1, 0.3 ആയിട്ടാണ് വീണ്ടും സെയിം വേവ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പൊ 0.3 സെക്കൻഡ് ആണ് ടോട്ടൽ ടൈം പീരീഡ്. ഇതില് മാക്സിമം വാല്യൂ എത്ര വരിക? 20 വോൾട്ട് അല്ലെ. അപ്പൊ ഇതിൽ നമുക്ക് ആവറേജ് വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ നേരത്തെ പറഞ്ഞ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാല് ഏരിയ അണ്ടർ ദി കർവ് ഡിവൈഡ് ബൈ ടൈം പീരീഡ് അല്ലെ. ഏരിയ അണ്ടർ ദി കർവ് ഡിവൈഡ് ബൈ ടൈം പീരീഡ്. ഏരിയ എത്ര വരിക? 20 ഇൻറ്റു 0.1. അത് മാത്രല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. പിന്നെ ബാക്കിയെല്ലാം സീറോ അല്ലേ വരുന്നത്. ഓക്കെ, ടൈം പീരീഡ് നമ്മൾ നേരത്തെ പറഞ്ഞ 0.3. 0.1ഉം 0.3യും കട്ടായിട്ട് അപ്പൊ അതിലുള്ള 20/3 ആണ് വരുന്നുണ്ടാവുക. 20/3 അല്ലെങ്കിൽ 6.67 വോൾട്ട്. ഓക്കെ, ഇഷ്ടം ഓർത്ത് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. ഇതേപോലെ ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലായിട്ട് വരുന്നുണ്ടാവാം. ക്ലിയർ ആണെന്ന് വിചാരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഓഫ് എ 0.63 മൈക്രോഫാരഡ് കപ്പാസിറ്റർ വെൻ കണക്റ്റഡ് ടു 230 വോൾട്ട് ആൻഡ് 50 ഹെർട്സ് സപ്ലൈ. കപ്പാസിറ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് XC ഈസ് നത്തിങ് ബട്ട് 1/2πfc അല്ലെ. XC എന്ന് പറഞ്ഞാൽ 1/2πfc ആണ്. അപ്പൊ എല്ലാത്തിന്റെയും വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഫൈയുടെ വാല്യൂ 3.14, 50 ഹെർട്സ്, സി എത്ര? 0.63 മൈക്രോഫാരഡ്. ഇപ്രാവശ്യം കാൽക്കുലേറ്റർ ഒക്കെ അലൗഡ് ആണല്ലേ. കാൽക്കുലേറ്റർ അലൗഡ് ആണ് നിങ്ങളുടെ എക്സാമിന്. അപ്പോഴത് ജസ്റ്റ് കാൽക്കുലേറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനുള്ളതേ ഉള്ളൂ. ഓക്കെ, 10⁶ മുകളിലേക്ക് വന്നു. അപ്പോ ഇൻ ടേംസ് ഓഫ് കിലോ ഓം ഉണ്ട്, മെഗാ ഓം ഉണ്ട്. ബാക്കി താഴെ 2 ഇൻറ്റു 3.14 ഇൻറ്റു 50 ഇൻറ്റു 0.63. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 5.05 കിലോ ഓം എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടാവും. ഇതേപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചിലപ്പോൾ കാൽക്കുലേറ്റർ പറയുന്നത്. അല്ലാതെ ഭയങ്കര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഗേറ്റ് ലെവലിൽ ചോദിക്കുന്നൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ചിലപ്പോൾ ഇതേപോലെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ചില 0.63 വന്നു, 3.14 വന്നു, എല്ലാം ഡിനോമിനേറ്ററിൽ വന്നു, കട്ട് ചെയ്ത് പോകുന്നൊന്നുമില്ല. അപ്പോഴത്തെ അവിടെ ടൈം കൺസ്യൂം ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവരവിടെ
കാൽക്കുലേറ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ലാതെ അധികം ഡെപ്തിൽ അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും അത് ചോദിക്കാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ടാണ് കുറെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും, അതുകൊണ്ടാണ് സയന്റിഫിക് കാൽക്കുലേറ്റർ അങ്ങനെയൊന്നും അത്രക്കൊന്നും വരാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ TCS ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അത്രക്കൊന്നും ലെവൽ കൂടാൻ ഒരിക്കലും സാധ്യത എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുന്നില്ല. ഓക്കെ, ബാക്കിയൊക്കെ പിന്നെ നമ്മളല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. ഞാൻ എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. The impedance of the circuit is 10 plus J20 at a 120 volt 50 hertz supply. Find the current. ഇംപെഡൻസ് തന്നിട്ടുണ്ട്, വോൾട്ടേജ് തന്നിട്ടുണ്ട്, കറന്റ് അത് കണ്ടുപിടിക്കണ്ട്. അപ്പൊ നമുക്കറിയാം I is nothing but V/Z. V എന്ന് പറഞ്ഞാൽ എത്ര? 120 വോൾട്ട്. Z എന്ന് വെച്ചാൽ 10 പ്ലസ് J20. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എങ്ങനെ ചെയ്യാം? നമ്മൾ ഡിനോമിനേറ്ററിലുള്ള കോംപ്ലക്സ് നമ്പർ നമ്മൾ ഒഴിവാക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാം? ഈ കോംപ്ലക്സ് നമ്പേഴ്സ് നമ്മൾ എങ്ങനെ ഒഴിവാക്കാം? നമ്മൾ മുന്നേ പഠിച്ചത് എന്താ? കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ? 10 പ്ലസ് J20 ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് പറയുന്നത് 10 മൈനസ് J20 ഡിവൈഡഡ് ബൈ 10 മൈനസ് J20. അപ്പൊ ഈക്വൽ ആയിട്ട് പോയാൽ 1 ആയിട്ട് വന്നു. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും 120 into 10 minus J20 divided by A plus B into A minus B. അപ്പൊ A സ്ക്വയർ മൈനസ് B സ്ക്വയർ മൈനസ് J20 സ്ക്വയർ. 20 സ്ക്വയർ J സ്ക്വയർ തന്നെ മൈനസ് 1. അപ്പൊ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആയി അല്ലെ? അപ്പൊ 20 സ്ക്വയർ വെച്ചാൽ 400, 100 സ്ക്വയർ വെച്ചാൽ 100, അപ്പൊ 500 വന്നു. അപ്പൊ 1200 മൈനസ് 2400 J ഡിവൈഡ് ബൈ 500. ഇതാണ് ആൻസർ വരുന്നുണ്ടാവുക. അപ്പൊ 1200 ബൈ 500 എന്ന് പറയുമ്പോ എത്ര വരും? 0 പോയി 12 ബൈ 5 എന്ന് പറയുമ്പോൾ 2.4 വരും. പ്ലസ് 2600 ബൈ 500 പറയുമ്പോൾ 4.8 വരും അല്ലെ? പ്ലസ് അല്ല മൈനസ് വരും. അപ്പൊ 2.4 മൈനസ് J 4.8. ദാറ്റ് മച്ച് ആംബിയർ. ഓക്കെ, ജസ്റ്റ് നമ്മളെ കോൺഗ്രസ് കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതേപോലെ ക്വസ്റ്റൻസ് ആയിട്ട് കൂടുതലായിട്ട് ചോദിക്കുന്നുണ്ടാവുക. നമ്മൾ ഇത് കൂടാതെ 2019 ക്വസ്റ്റ്യൻ സീരീസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നതെന്നില്ലാരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ടു എൻ ആൾട്ടർനേറ്റീവ്. ഇതേപോലെ സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ കുറെ ഉണ്ടാവും, നമ്മൾ ഒഴിവാക്കുകയാണ്. മാക്സിമം വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, to an alternating current is expressed by I is equal to 40 sin 628 t. Find the frequency. നമുക്കറിയാം I is nothing but എന്താ? Im sin omega t ആണ്. ഇതിൽ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2πf ആണ്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസി പറയുന്നത് എന്താ? ഒമേഗ ഡിവൈഡഡ് ബൈ 2π. ഒമേഗയുടെ വാല്യൂ എത്ര? 628. 2 into 3.14. 628 divided by 6.28 is nothing but 100 hertz. നമുക്ക് ഇത്രക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാം 314 ടി എന്ന് പറഞ്ഞാൽ എത്ര വരും? 50 ഹെർട്സ് ആണെങ്കിൽ 314 ടി ഉണ്ടാവാം. അപ്പൊ ഇവിടെ 628 ടി ആകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ എത്ര വേണം? 100 ഹെർട്സ് വേണം. 50 ഹെർട്സ് ആണ് 314 ആണ് അല്ലെ? 2 into 50 into 3.14 314. അപ്പൊ 628 ആകുമ്പോൾ 100 ഹെർട്സ്. ആ പെട്ടെന്ന് നമുക്ക് ഇത് എത്രയും കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് അവിടെ ആൻസറിലേക്ക് എത്തണം. ആ ഒരു രീതിയിലേക്ക് എന്താ നമ്മളൊന്ന് സെറ്റ് ആവണം. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൈം കൺസ്യൂം ചെയ്യുന്നത് ഒഴിവാക്കേണ്ടത്. ടൈം മാനേജ്മെന്റ് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ദ പാരലൽ RLC സർക്യൂട്ട് ഷോർട്ട്, if R is equal to 10 ohm, L is equal to 0.1 Henry and C is equal to 0.1 Farad, then the current I is sinusoidal of frequency equal to the resonance frequency of the circuit. Then the current through R is. റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. അപ്പം അറ്റ് റെസൊണൻസ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? XL is equal to XC ആണ് അല്ലെ? അറ്റ് റെസൊണൻസ് XL is nothing but XC ആണ്. അപ്പോഴാ അങ്ങനെ ആകുമ്പോൾ എന്താ? IL is equal to IC ആണ്. അപ്പൊ ഈ I എന്ന് പറയുന്നത് എന്തായിരിക്കും?
ആറിലേക്ക് കൂടെ തന്നെയായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഐ തന്നെയാണ് അവിടെ വരുന്നുണ്ടാവുക. നമുക്കവിടെ കാൽക്കുലേഷൻ ഒന്നും ഈ സിയുടെയും ആറിന്റെ എല്ലിന്റെയും വാല്യൂ നമുക്ക് അവിടെ ആവശ്യമില്ല. പെട്ടെന്ന് നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് സ്വാഭാവികമായിട്ട് അവിടെ ആറിന്റെ എല്ലിന്റെ സീനൊക്കെ വാല്യൂ സാധിക്കുന്നത്. അവിടെ എന്താ ഉള്ളത്? ഇവിടെ റെസൊണന്റ് ഫ്രീക്വൻസി ആണെന്ന് നമുക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട്. റെസൊണന്റ് ഫ്രീക്വൻസി ആകുമ്പോൾ അറ്റ് റെസൊണൻസ് ആണ്. അറ്റ് റെസൊണൻസ് കണ്ടീഷൻ എക്സ് ഈസ് നത്തിങ് ബട്ട് എക്സി, ഐ എൽ ഷുഡ് ബി ഈക്വൽ ടു ഐ സി. സോ ദർഫോർ നമുക്ക് ഐ ആർ ഇസ് ഈക്വൽ ടു ഐ ഇറ്റ് സെൽഫ് എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും. അതായത് കറന്റ് ഫ്ലോ ത്രൂ ആർ ഈസ് നത്തിങ് ബട്ട് ഐ ഇറ്റ് സെൽഫ്. ഇങ്ങനെയൊക്കെ എന്താ പറയണ്ടേ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. കഴിഞ്ഞ ഈ എക്സാമിനൊക്കെ ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്ര ക്വസ്റ്റ്യൻ നോക്ക് എന്താ തന്നിട്ടില്ലേ? In the circuit shown below, VR is equal to 3 volt and VL is equal to 4 volt. What is the power factor of the circuit? Consider current I of t as the reference phasor. നമുക്ക് എന്ത് ചെയ്താൽ മതി? കോസ് എന്ന് വെച്ചാൽ ആർ ബൈ സെഡ് ആണെന്നുള്ള രീതിയിൽ നമുക്കറിയാം അല്ലെ. കോസ് ഫൈ ആർ കോസ് ഫൈ സെഡ് ആർ ബൈ സെഡ് അല്ലെ. നമുക്ക് എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? കറന്റ് കൊണ്ട് മൾട്ടിപ്ലൈ കഴിഞ്ഞാൽ വി ആർ ബൈ വി അല്ലെ. അതായത് വോൾട്ടേജ് അക്രോസ് ആർ ഡിവൈഡ് ബൈ ടോട്ടൽ വി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ആയി കിട്ടും. അപ്പൊ ഇതിൽ നമുക്ക് എന്തുണ്ട്? വി ആർ തന്നിട്ടുണ്ട്, 3 വോൾട്ട് തന്നിട്ടുണ്ട്, ടോട്ടൽ വി അറിയില്ല. അപ്പൊ ആർ എൽ സർക്യൂട്ട് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ വി റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ എന്നുള്ള രീതിയിൽ ഇതാണ്ട് പറ്റും. ആർ എൽ സി വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ഹോൾ സ്ക്വയർ, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ 5 വോൾട്ട്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? വി ആറിന്റെ വാല്യൂ 3/5. 3/5 എന്ന് വെച്ചാൽ 6/10 അല്ലെങ്കിൽ 0.6. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ നമുക്ക് എന്താ കത്തണം, ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടതുള്ള കാര്യങ്ങളൊക്കെ എന്താ നമ്മളവിടെ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ദ അഡ്മിറ്റൻസ് ഓഫ് ദി ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് റെപ്രസെന്റഡ് ബൈ y ഈസ് ഈക്വൽ ടു 3 പ്ലസ് j4. അഡ്മിറ്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാണ്ട്. അഡ്മിറ്റൻസ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്മിറ്റൻസ് എന്ന് പറയുന്നത് y ഈസ് നത്തിങ് ബട്ട് 1/z അല്ലെ. ഇമ്പിഡൻസിന്റെ റിവേഴ്സ് ആണ് അഡ്മിറ്റൻസ് അല്ലെ. അപ്പൊ അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമ്മൾ ഇമ്പിഡൻസിന്റെ ടേംസിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ ആർ പ്ലസ് ജെ എക്സ് എന്നുള്ള ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അവിടുന്ന് ആറിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ. അപ്പൊ ഇവിടുന്ന് സെഡ് എന്ന് പറയുന്നത് 1/y. അപ്പൊ 1/3 പ്ലസ് j4. നമ്മൾ നേരത്തെ പറഞ്ഞ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കുക, എന്നാലും മാത്രമേ നമുക്ക് ആ ഒരു രീതിയൊക്കെ എഴുതാണ്ട് പറ്റും. 3 മൈനസ് j4 3 മൈനസ് j4 3 മൈനസ് j4 കൊണ്ട് നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്ത് കിട്ടി? 3 മൈനസ് j4 ഡിവൈഡഡ് ബൈ 3 സ്ക്വയർ 9 പ്ലസ് 4 സ്ക്വയർ 16. അപ്പൊ ഇതെന്താ? ആർ പ്ലസ് ജെ എക്സ് എന്നുള്ള രീതിയിലായി. അപ്പൊ അതിൽ നിന്ന് ആർ എന്ന് പറയുന്നത് എന്തായിട്ട് 3/25. ഓപ്ഷൻ ബി. കണ്ടല്ലേ, സിമ്പിൾ ആണ്. പക്ഷെ നമ്മളെ മൈൻഡ് ഈ ഒരു രീതിയിലേക്കൊക്കെ എത്തണം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്ക്. ഇഫ് ദി ക്ലോസ്ഡ് ഇൻ ദി ക്ലോസ്ഡ് electric path represented by an AC current of phi of t is equal to 3 plus 4 sin omega t plus 4 sin 2 omega t ampere flowing through a 10 ohm resistor. Find the RMS value of the current. Find the RMS value of the current. RMS value എങ്ങനെ കണ്ടുപിടിക്കാം? RMS value നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേക്കുന്നത്? നമ്മളെ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് ഇറ്റ് സെൽഫ് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് സ്ക്വയർ എടുക്കും. മാഗ്നിറ്റ്യൂഡ് മാത്രമാണെങ്കിൽ നമുക്ക് അത് മാഗ്നിറ്റ്യൂഡ് ഇറ്റ് സെൽഫ് നമുക്ക് RMS രീതിയിൽ എഴുതാൻ പറ്റും. പക്ഷേ ബാക്കി സൈൻ ടൈംസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. പിന്നെ 4 സൈൻ ഒമേഗ ടി വെച്ചാൽ 4 സ്ക്വയർ ബൈ 2 അല്ലെങ്കിൽ 4/√2 ഹോൾ സ്ക്വയർ. പിന്നെ വീണ്ടും 4 സൈൻ 2 ഒമേഗ ടി ആണെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താ 4/√2 ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ 4 സ്ക്വയർ ബൈ 2 അല്ലേ. ഇത്രയല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ചെയ്ത് കഴിഞ്ഞാലോ 9 പ്ലസ് 16/2 8 പ്ലസ് 16/2 8. അപ്പം √25.
5 ആംപിയർ. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. എങ്ങനെ ചെയ്യാം? എന്താ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കൂ. An AC voltage source of 250 volt RMS value ആണ് തന്നിട്ടുണ്ട്. Supplies active power 300 watts and reactive power 400 var. Find the value of current RMS value എന്ന് കണ്ടുപിടിക്കണ്ടേ. Drawn by source. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കിവിടെ 300 വാട്ട്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് അതേപോലെ VRMS IRMS cos phi അല്ലെ? VRMS IRMS cos phi. അപ്പൊ അതില് വോൾട്ടേജ് നമുക്കറിയാം, വാട്ട്സ് അറിയാം, ഐയുടെ വാല്യൂ അറിയില്ല. ഓക്കെ, നമുക്ക് തന്ന എന്തൊക്കെയാണെന്നില്ല നമുക്ക് എഴുതാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് എത്താം. ഓക്കെ, നോക്കാം നമുക്ക്. എന്നിട്ടിപ്പം ആക്റ്റീവ് പവർ പി തന്നിട്ടുണ്ട് 300 വാട്ട്സ്. റിയാക്റ്റീവ് പവർ ക്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്ര? 400 വാർ. ഓക്കെ, നമുക്കറിയാം എന്തറിയാം? ക്യൂ എന്ന് പറയുന്നത് അതേപോലെ പി ടാൻ ഫൈ ആണ് നമുക്കറിയാം. അത് നമുക്ക് ടാൻ ഫൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അതിൽ നമുക്ക് എന്ത് ചെയ്യാം? പവർ ഫാക്ടറിലേക്ക് നമുക്ക് കടത്താൻ വേണ്ടി പറഞ്ഞു, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ ടാൻ ഫൈവ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അതേപോലെ ക്യൂ ബൈ പി 400/300 4/3. ടാൻ ഫൈവ് നമുക്ക് അവിടെ കിട്ടി. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കറിയാം 1+tan²φ എന്ന് വെച്ചാൽ sec²φ ആണ്, അല്ലെങ്കിൽ sec φ ആണ്. √1+tan²φ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കട്ടെ, എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ഫൈ എന്നുണ്ടെങ്കിൽ ടാൻ ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? ടാൻ ഫൈ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് ആണ് അല്ലെ? 3 4 ആണെന്നുണ്ടെങ്കിൽ 5 നമുക്കറിയാം അല്ലെ? അപ്പൊ ആ ഒരു രീതിയിൽ പോയാൽ മതി. sec φ എന്നുള്ള രീതിയിൽ പോണ്ട. നെക്സ്റ്റ് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഫൈ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാൻ ഫൈ കിട്ടിക്കഴിഞ്ഞാൽ കോസ് ഫൈയിലേക്ക് എത്താൻ വേണ്ടി പറ്റും. കോസ് ഫൈ എന്ന് പറയുന്നത് ശ്രദ്ധപ്പെട്ട 3/5, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതേപോലെ sec φ കണ്ടുപിടിച്ചിട്ട് അതിൽ ഇൻവേഴ്സ് ആയിട്ട് കോസ് ഫൈയിലേക്ക് എടുക്കും. അതിന്റെ ആവശ്യമില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പി ശ്രദ്ധപ്പെട്ട് PRMS IRMS കോസ് ഫൈ. ഐ ശ്രദ്ധപ്പെട്ട് പിയുടെ വില നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്ര? 300 വാട്ട്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ വിയുടെ വാല്യൂ എത്ര? 250. കോസ് ഫൈയുടെ വാല്യൂ എത്ര? 3/5. പിയുടെ വാല്യൂ ഓക്കെ അതായി അല്ലെ? അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ വരും? 300 ഇൻറ്റു 5 പോകും. 300 ഇൻറ്റു അവിടെ ഒന്നുമില്ല, ഡിവൈഡ് ബൈ 15. 20 അല്ലേ വരിക? എത്ര വരിക ആൻസർ? ഓക്കെ, ഇവിടെ 50 അല്ലേ വരിക? 255 50 150 വരും. അപ്പം 2 ആംപിയർ. ഓക്കെ, 2 ആംപിയർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. അതെറ്റിക് അല്ല കേട്ടോ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, തെറ്റാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പവർ ഫാക്ടർ ഓഫ് എ പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ്. പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്താ? പവർ ഫാക്ടർ ഷുഡ് ബി 1 ആയിരിക്കും ഉണ്ടാവുക അല്ലെ? യൂണിറ്റി പവർ ഫാക്ടർ ആണ് ഉണ്ടാവുക പ്യുവർലി റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ കേസിൽ അല്ലെ? ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ശ്രദ്ധിപ്പെട്ട് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ അല്ലെ? ഓപ്ഷൻ എ ആണ് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിപ്പെട്ട് RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The time taken by an alternating quantity to complete one cycle. The time taken by an alternating quantity to complete one cycle. One cycle complete ആക്കാൻ എന്താ? ടൈം പീരീഡ് ആണ്. ഫ്രീക്വൻസി എന്ന് പറയാൻ എന്താ? 1 ടൈം പീരീഡ് ആണ് അല്ല? ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വാട്ട്സ് ഇറ്റ് ഈസ് അതേപോലെ VI കോസ് ഫൈ ആണല്ല? ആക്റ്റീവ് പവർ ആണ്. റിയാക്റ്റീവ് പവർ എന്ന് പറഞ്ഞാലോ VI
സൈൻ ഫൈ ആണ്. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാലോ ഡിസ് വി ഐ ആണ് അല്ല. ജസ്റ്റ് ഓർത്ത് വെക്കാം, എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ അതിന് വെച്ചിട്ട് തന്നെ നമ്മൾ ഓർത്ത് വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് എ കോയിൽ ഹാവിംഗ് ഇൻഡക്ടൻസ് ഓഫ് 400. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഓഫ് എ കോയിൽ ആണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എക്സൽ ഈസ് അതിൽപ്പെട്ട് 2πfl ആണ് അല്ല. എക്സൽ ഈസ് അതിൽപ്പെട്ട് 2πfl. അപ്പോ ഇവിടെ നമുക്ക് ഫ്രീക്വൻസി അതില്ല അല്ല. അപ്പൊ ഫ്രീക്വൻസി 50 ഹെർട്സ് ആയിട്ട് എടുക്കാം. 2 × 3.14 × 50 × 4. അപ്പോ 314 × 4. 314 × 4 പറയുമ്പോ 1256 ഓം. 1256 ഓം. ഓക്കെ, 1256 ഓം. അവിടെ 50 ഹെർട്സ് ആണ് എടുത്തേക്കുന്നത്. 50 ഹെർട്സ് ക്വസ്റ്റിൽ തന്നില്ല, തരാൻ വേണ്ടി വിട്ടുപോയതായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ആർ എം എസ് വാല്യൂ ഇസ് ഈക്വൽ ടു ഡാഷ് ഇൻറ്റു മാക്സിമം വാല്യൂ. നമുക്കറിയാം വി ആർ എം എസ് ഇസ് നത്തിങ് ബട്ട്, അല്ലെങ്കിൽ ഐ ആർ എം എസ് ഇസ് നത്തിങ് ബട്ട് VM/√2 ആണ് നമുക്കറിയാം. √2 എന്ന് വെച്ചാൽ 1.414 ആണ്. അപ്പൊ 1/√2 എന്ന് വെച്ചാൽ 0.707 ആണ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആർ എം എസ് വാല്യൂ ഇസ് നത്തിങ് ബട്ട് 0.707 ഇൻറ്റു മാക്സിമം വാല്യൂ അല്ലെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എങ്കിലും ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, മേ ബി ഒരു വെറൈറ്റി പിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. If the time period of an alternating quantity is 0.02 second, what will be its frequency? നമുക്കറിയാം ടൈം പീരീഡ് പറഞ്ഞ ഫ്രീക്വൻസി എങ്ങനെയാണ് കൊടുക്കുന്നത്. ഫീസ് അതിപ്പെട്ട് 1/t ആണല്ലേ. അപ്പൊ 1/0.02. അപ്പൊ 100/2 50 ഹെർട്സ് ആണ് വരുന്നുണ്ടാവുക. ജസ്റ്റ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദി റിയാക്റ്റീവ് പവർ ഇൻ kVAr of a three-phase delta connected system having a line voltage of 400 volt, line current of 40 ampere, and the phase difference between the voltage and current is 45 degree. എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഇപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ടത്? റിയാക്റ്റീവ് പവർ ക്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ക്യൂ എന്ന് വെച്ചാൽ എന്താ, √3 VL IL sin φ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അല്ലെ. ലൈൻ വാല്യൂ ലൈൻ വാല്യൂസ് അല്ല തന്നിട്ടുള്ളത് അല്ലെ. അപ്പോ √3 ഇല്ലോ വോൾട്ടേജ് എത്ര 400, കറണ്ട് എത്ര 40, സൈൻ ഓഫ് 45. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ് അല്ലെ. √3 എന്ന് വെച്ചാലോ 1.73 വരും അല്ലെ. 4 × 4 16, 16,000 ഇൻറ്റു സൈൻ 45 1/√2. ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെയായിരിക്കും അവർ കാൽക്കുലേറ്റർ ആഡ് ആക്കുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ 19.6 kVAr എന്നായിരിക്കും കിട്ടുന്നുണ്ടാവും. 19.6 kVAr. ഓക്കെ, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഡിറ്റർമിൻ ദി ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ RLC സീരീസ് സർക്യൂട്ട് when the value of capacitance is 0.02 millifarad, the value of inductance is 8 millihenry, and the value of resistance is 40 ohms. RLC series circuit നമ്മൾ quality factor Q is nothing but 1/R into √L/C എന്ന് പഠിച്ചേക്കുന്നത്. 1/R √L/C. ആറിന്റെ പേര് എത്ര 40, √L 8 millihenry, C 0.02 microfarad, സോറി മില്ലിഫാരഡ് അല്ലെ. ഓക്കെ, അപ്പോ 10⁻⁻⁻ 10⁻⁻⁻ പോയി. ബാക്കി എന്താ ഉള്ളത്? 8/2 ആക്കി കഴിഞ്ഞാൽ 4 വന്നു. 10⁻⁻2 താഴെ മുകളിൽ വെക്കുമ്പോൾ 10 സ്ക്വയർ വരും. അപ്പോ 8/2 4 വന്നു. 4 × 10 സ്ക്വയർ വന്നു. √4 10 സ്ക്വയർ 20 വരും. അപ്പൊ 20/40 1/2 ആൻസർ വരും. 0.5 ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, ക്വാളിറ്റി ഫാക്ടേഴ്സ് അതിൽപ്പെട്ട് 0.5. ടെസ്റ്റ് എല്ലാത്തിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു നോക്കാം. ഇക്വേഷനെ ബേസ് ചെയ്ത് എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. Determine the apparent power in volt ampere of a circuit if the circuit have a power factor of 0.8 and the reactive power of circuit is 60 watts. അപ്പാരന്റ് പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ആക്റ്റീവ് പവർ തന്നിട്ടുണ്ട് അല്ലെ.
അപ്പോ അപ്പാരന്റ് പവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എസ് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവും. എസ് ഇസ് നത്തിങ് ബട്ട് ആക്റ്റീവ് പവർ പി ആണെങ്കിൽ പിന്നെ എന്താ നമ്മൾ കോസ് ഫൈവ് കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ. പി എത്ര 60 വാട്സ്. നിബൈ പവർ ഫാക്ടർ എത്ര 0.8. 60/0.8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇത് നമുക്ക് 4/5 എടുക്കാം. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. 4/5 അപ്പോ 60 × 5/4. 4 ഇവിടെ എത്ര ഉണ്ടപ്പോ 4 ബാക്കി 15. 15 × 5 പറയുമ്പോ 75 അല്ല. 75 വോൾട്ട് ആമ്പിയറാണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ലേബറിലെ കാൽക്കുലേഷൻ ഒന്ന് സ്പീഡ് ആക്കാൻ വേണ്ടി ഒരു കാൽക്കുലേറ്റർ അവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാളിറ്റി ഫാക്ടർ ഫോർ പാരലൽ ആർ എൽ സി സർക്യൂട്ട്. ക്വാളിറ്റി ഫാക്ടർ എന്താ വരാം പാരലൽ ആർ എൽ സർക്യൂട്ട് ആണെങ്കിൽ R × √C/L അല്ലെ, നേരെ റിവേഴ്സ് വരും. 1/√M/C ആണെങ്കിൽ R × √C/L ആയിട്ട് വരുന്നുണ്ടാവും പാരലൽ. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക, എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് വരാം. അടുത്ത ക്വസ്റ്റ്യൻ, what will be the total impedance in ohms of a series RLC circuit when the resistance of the circuit is 12 ohms, capacitive reactance of the circuit is 3 ohms, and the inductive reactance of the circuit is 8 ohms, connected in series with a 220 volt 50 hertz supply. ടോട്ടൽ ഇംപെഡൻസ് എന്താന്ന് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അവിടെ ആറിന്റെ വാല്യൂ എക്സലിന്റെ വാല്യൂ എക്സൽ തന്നിട്ടുണ്ട്. സീരീസ് ആർ എൽ സി സർക്യൂട്ട് ആണ്. അപ്പോൾ സെഡ് ഇസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എക്സ് എൽ മൈനസ് എക്സ് ഇതാ ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് ആറിന്റെ വാല്യൂ 12 പ്ലസ് ഇൻഡക്റ്റീവ് 8 അല്ലേ, 8 മൈനസ് 3 ഹോൾ സ്ക്വയർ. 144 പ്ലസ് 5ന്റെ സ്ക്വയർ 25. റൂട്ട് 169 അപ്പൊ 13. റൂട്ടൊക്കെ നിങ്ങൾ 20 വരെയുള്ള സ്ക്വയർ റൂട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ല, സ്ക്വയറും സ്ക്വയർ റൂട്ടും. അപ്പൊ ഇവിടെ 13 വരെ കിട്ടുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് റിയാക്ടീവ് പവർ ഓഫ് എ സർക്യൂട്ട് ഹാവിംഗ് എ പവർ ഫാക്ടർ 0.8 when the apparent power of the circuit is 20 watt ampere. നമുക്കവിടെ അപ്പാരന്റ് പവർ വന്നിട്ട് റിയാക്റ്റീവ് പവർ ആണ് കണ്ടുപിടിക്കുന്നത്. റിയാക്റ്റീവ് പവർ എങ്ങനെ കണ്ടുപിടിക്കാം? VI sin phi അല്ലെ. അപ്പോൾ ഇവിടെ നമുക്ക് പവർ ഫാക്ടർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, കോസ് ഫൈവ് തന്നിട്ടുണ്ട്. കോസ് ഫൈവ് 0.8 ആണെങ്കിൽ സൈൻ ഫൈവ് എന്തായിരിക്കും 0.6 ആയിരിക്കും ഉണ്ടാവുക. വി ഐയുടെ വാല്യൂ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. വി ഐനാണ് അപ്പാരന്റ് പവർ 200. കോസ് ഫൈവ് 0.8 ആണെങ്കിൽ സൈൻ ഫൈവ് എന്തായിരിക്കും 0.6 ആയിരിക്കും. അപ്പോ 2 × 200 × 0.6 അപ്പൊ 120 വോൾട്ട് ആമ്പിയർ റിയാക്റ്റീവ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 120 വോൾട്ട് ആമ്പിയർ റിയാക്റ്റീവ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ, a bandwidth of an RLC, sorry, bandwidth of an AC series circuit consists of R, L and C is. ബാൻഡ്വിഡ്ത്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് ക്വാളിറ്റി ഫാക്ടർ എന്ന് പറയുന്നത് എന്തായിട്ട് L/0/R ആണെന്ന രീതിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. RLC സീരീസ് സർക്യൂട്ട് ക്വാളിറ്റി ഫാക്ടർ ആണല്ലോ L/0/R. ഇതില് ക്വാളിറ്റി ഫാക്ടറിന്റെ എക്സാക്ട് ഇക്വേഷൻ എന്ത് തരാം? ω0 ബാൻഡ് വിഡ്ത്ത് ആണ് വരുന്നുണ്ടാവുക അല്ലെ. ω0 R/L ആണ് വരുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ ബാൻഡ് വിഡ്ത്ത് പറഞ്ഞാൽ എന്തായിട്ട് R/L. ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എല്ലാം നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ, നമുക്ക് പെട്ടെന്ന് നമുക്ക് അവിടെ ആൻസറിലേക്കൊക്കെ എത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അല്ലാതെ ചിലപ്പോൾ എന്താ ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നുണ്ട്. കപ്പാസിറ്റൻസ്, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ഇൻ ദ RLC സർക്യൂട്ട് ഗിവൺ ബിലോ? എങ്ങനെ കണ്ടുപിടിക്കാം? എല്ലാത്തിനും വാല്യൂ തന്നെ, VR, VL, VC എല്ലാം തന്നിട്ടുണ്ട്. കറന്റ് 5 ആംപിയർ തന്നിട്ടുണ്ട്. കറന്റ് 5 ആംപിയർ സീരീസ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് പറയാം, എക്സ് ഈസ് നത്തിങ് ബട്ട് VC/I. VC എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര തന്നിരിക്കുന്നത് 150 അല്ലെ. I എന്ന് പറയുമ്പോൾ 5. അപ്പൊ 30 ആംപിയർ നമുക്ക് അവിടെ കിട്ടും. അപ്പോ എച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/2π FC ആണ്. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 30. അപ്പോ C ഈസ് നത്തിങ് ബട്ട് 1/2 × 3.14 × 60 × 30.
ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അപ്രോക്സിമേറ്റ് ആയിട്ട് 88.42 മൈക്രോ ഫാരഡ് എന്നുള്ള രീതിയിൽ കിട്ടുന്നുണ്ടാവും. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവും. 88.42 മൈക്രോ ഫാരഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. The current read by the ammeter A in the AC circuit shown in the following figure is IR, IL, IC എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. RLC പാരലാണ്. അപ്പോൾ ഇതിലെ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് I ആണെന്നുണ്ടെങ്കിൽ I is nothing but root of IR square plus IL minus IC the whole square. Root of IR 3 square plus 5 minus 1 the whole square. 9 plus 16 root 27. 5 ആംബർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. വേരിയസ് എലമെന്റ്സിനെ ക്രോസ് അതിന്റെ വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. ഇൻപുട്ട് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വി ഈസ് നത്തിങ് ബട്ട് റൂട്ട് ഓഫ് വി ആർ സ്ക്വയർ പ്ലസ് വി എൽ മൈനസ് വി സി ദ ഹോൾ സ്ക്വയർ. എല്ലാത്തിനും വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. വി ആർ എത്ര 3 പ്ലസ് നേരത്തെ പറഞ്ഞ വി സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. ഓപ്ഷൻ ഡി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതുന്നുണ്ടാവുക. ഓക്കെ, ഇതെല്ലാം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ടാവുന്നത്. പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കേട്ടോ. അടുത്തൊരു ക്വസ്റ്റ്യൻ. In a parallel RL circuit, if the lower cutoff frequency is 2400 Hz and upper cutoff frequency is 2800 Hz, what is the bandwidth? Bandwidth എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഫ്രീക്വൻസി ആണ്. അപ്പൊ 2800 മൈനസ് 2400 ഇറ്റ് ഈസ് ബന്ധപ്പെട്ട 400 ഹെർട്സ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷൻ നമുക്ക് പറയാനുള്ളത്. നമ്മൾ AC ഫണ്ടമെന്റൽസ് മാക്സിമം വെറൈറ്റീസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ എഫക്റ്റീവ് ആവുന്നുണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. ഇനി അടുത്തത് നമ്മൾ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ DC മെഷീൻസിലേക്കായിരിക്കും പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യാം. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, എന്നാൽ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.